ഒരു ബിയർ. ഇവനെന്താ ഭ്രാന്ത് പിടിച്ചു? ഇവനെന്നതാ ഈ കാണിക്കുന്നേ? Shravya! 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 ക്യാമ്പസിൽ കയറി വളർത്തി കാണിക്കുന്നു. ആരാ നീ? പോയി നേരെ പണി നോക്ക്. Shravya! വീണ്ടും വന്നടി. Shravya! സാർ ഒരുത്തം കുടിച്ചിട്ട് വന്നിട്ട് അലമുണ്ടാക്കുന്ന സാർ. കംപ്ലൈന്റ് കൊടുത്താലോ സാർ? വേണ്ട വേണ്ട, ഞാൻ നോക്കിക്കോളാം. സാറേ അവനെ കണ്ടിട്ട് ഒരു റൗഡിയെ പോലെ ഉണ്ട്. നമുക്ക് പോലീസിനെ വിളിച്ചാലോ സാറേ? അവന്റെ പേര് മനു. ഒരു കാലത്ത് ഈ കോളേജിലെ ടോപ്പറായിരുന്നു. എന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റാ. ഒന്നും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. Shravya! എന്താ നിന്റെ ചേട്ടനെ കൊണ്ട് അടുപ്പിച്ചത് ഞാൻ മറക്കുന്നു വിചാരിച്ചോ? നിന്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന് എത്ര തല്ല് വേണമെങ്കിലും കൊള്ളാൻ ഞാൻ റെഡിയാ. നിന്റെ ചേട്ടന് എന്നെ ചിലപ്പോൾ കൊല്ലാൻ പറ്റിയേക്കും, പക്ഷെ നിന്നോടുള്ള ഇഷ്ടം ഇല്ലാതാക്കാൻ പറ്റില്ല. എന്റെ സ്നേഹം അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റില്ല ശ്രാവ്യ. എന്താണെങ്കിലും മനുഷ്യനൊരു നാൾ മരിക്കും, പക്ഷെ പ്രണയം അങ്ങനെയല്ല. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താന്ന് വെച്ചാ ഫസ്റ്റ് ടൈം തന്നെ നിന്നെ കണ്ടപ്പോൾ എന്റെ കണ്ണിൽ തോന്നിയ ആ പ്രണയം ഇപ്പൊ നിന്റെ കണ്ണ് ഞാൻ കാണുന്നുണ്ട്. അത് മറച്ചു വെക്കാന്ന് നീ വിചാരിക്കണ്ട. You may hide your feelings, but your eyes cannot. I love you, Shravya. മനു, എടാ വൃത്തികെട്ടവനെ, നിനക്ക് കണ്ണു കണ്ടൂടെ? സോറി മാം, സോറി സാർ, ശ്രദ്ധിച്ചില്ലായിരുന്നു. വിവരമില്ലാത്ത പറ്റങ്ങൾ. അറിയോ? ഓക്കെ. കൈ പൊള്ളിയോ മനു? ആ മനു, ചേട്ടനോട് നമ്മുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? എനിക്ക് മനുവിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിൽ പ്രേമമാണെന്ന് പറഞ്ഞു. മനുവിനെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. മനുവിന് സമ്മതമല്ലേ? അല്ല, ഇതെന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? എന്റെ ചേട്ടൻ ഇനി ഒന്നും ചെയ്യില്ല. നീ വിചാരിക്കുന്നത് പോലെ എന്റെ ചേട്ടൻ രാക്ഷസനൊന്നുമല്ല. എന്റെ ചേട്ടൻ എന്നെ ജീവനാ. ഞാൻ സമ്മതിപ്പിച്ചോളാം. അയ്യോ, വീണ്ടും ഇങ്ങനെ ദേഷ്യപ്പെടുകയാണോ? ടെൻഷൻ ആയണ്ട കേട്ടോ. നിന്റെ ടെൻഷൻ മാറ്റാൻ എന്റെ കയ്യിലൊരു മരുന്നുണ്ട്. ശ്രാവ്യ, എന്താ ഇത്? ആ, അത് കിസ്, ചീക്സ്. എന്ത്? നിന്റെ പ്രശ്നം എന്താണെന്ന് പറ മനു. എന്തായാലും നമ്മൾ കല്യാണം കഴിക്കാൻ പോവുകയല്ലേ? ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞോ? മനു, കാര്യം എന്താ? ഞാൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞോന്നാ ചോദിച്ചത്. എന്നെ പ്രേമിക്കുന്നെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊന്നും ശരിയാവില്ല. ബ്രേക്കപ്പ്. മനു, ആർ യു ജോക്കിംഗ്? ഇത് ജോക്കൊന്നുമല്ല. നമ്മൾ രണ്ടുപേരും ശരിയാവില്ല. നിന്റെ ചിന്താഗതി എന്റെ ചിന്താഗതി നമ്മൾ യോജിക്കില്ല. ഇത് ശരിയാവില്ല. ബ്രേക്കപ്പ്. മനു, എന്താ ഈ പറയുന്നത്? മനു, നീ എങ്ങോട്ടാ പോകുന്നേ? പോകല്ലേ മനു, നിൽക്ക്. മനു! എന്റെ ദൈവമേ, എല്ലാറ്റിനും ഉപരിയായി ഞാൻ പാപം ചെയ്തുപോയ പാപങ്ങളെ വെറുക്കുകയും ആകയാൽ എന്റെ പാപങ്ങൾ പുറത്ത് നരകാഗ്നിയിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ദൈവമേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങില്ലാത്തൊരു ലോകം തന്നെ എനിക്കുണ്ടാവില്ല. അബലയായ എന്നെ നീ കൈക്കൊള്ളണമേ. നീ എവിടെയാ ഉള്ളേ? പറ. അമ്മ വിളിച്ചിട്ട് എന്താ എടുക്കാത്തെ? ശരി, ഞാൻ സുല്ലേട്ടനെ കണ്ട് ചീട്ടന്റെ പൈസ കൊടുക്കാൻ പോവാ. നീയും കൂടെ വരാനാ ചേട്ടൻ പറഞ്ഞേ. നീ എവിടെ ഉള്ളതെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. ചേർച്ചില്ല. ആ, ഞാൻ വരാം.
14, 15, 16, 17, 18, 19, 20, 21, 22, 24, 25, 26, 27. എന്നാടാ നന്ദു ചേട്ടാ എങ്ങനെ പോകുന്നടാ? എല്ലാം നന്നായിട്ട് പോകുന്നു ചേട്ടാ. ആ, നീ ഇന്റർനെറ്റ് കൊണ്ട് നന്നായിട്ട് സെറ്റിലായല്ലോ. നിന്റെ കയ്യിൽ നിന്ന് എനിക്ക് മാസം തോറും പലിശ കിട്ടുന്നുണ്ട്. ഇവനെയാണെങ്കിൽ സെറ്റിലാക്കാനേ പറ്റുന്നില്ല. ഇവനെ ഏത് ജോലി കയറ്റി വിട്ടാലും മാസം പൈസ കിട്ടുന്നവരെ ജോലി ചെയ്യുന്നു വരും. അതിനുശേഷം വിട്ടുകളയും. അവരെനിക്ക് ഫോൺ ചെയ്ത് ഇവനെയാണല്ലോ ജോലിക്ക് വെച്ചതെന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കും. ഞാനീ കളിക്കൊന്നുമില്ല. ഇവൻ കാരണം എൻ്റെ തോല് ഉരിഞ്ഞു പോകുന്നത് മാത്രം മിച്ചം. അതുകൊണ്ടല്ല ചേട്ടാ അവൻ ആ ജോലിയോട് അത്ര താല്പര്യമില്ല. അവൻ ഇഷ്ടമല്ലാത്തൊരു ജോലി അവൻ ചെയ്യില്ലെന്നറിയാം. നമസ്കാരം സാർ. രുദ്രൻ ചേട്ടനോട് പറഞ്ഞ എന്തെങ്കിലും ജോലി കിട്ടുമോ? ചേട്ടനെ പേടിയുള്ളതുകൊണ്ട് ചിലപ്പോൾ ജോലിക്ക് പോയേക്കും. ഇത് കണ്ടില്ലേ, അവനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അവൻ പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇവൻ എന്ത് ജോലി ചെയ്യുന്ന പറയണേ? ചേട്ടാ പ്ലീസ് ചേട്ടാ. ശരി, നോക്കാം. കുടിച്ചോ. ഡാ, ഇത് കള്ളാന്ന് കരുതിയ മോരാന്ന് കരുതിയ? ഞാൻ അവസാനമായിട്ട് പറയാ, ഇവനെ കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഇനി വന്നേക്കരുത് കേട്ടോ. ശരി ചേട്ടാ. നമസ്കാരം ചേട്ടാ. ആ, നമസ്കാരമുണ്ട്. താങ്ക് യു. ഓ, എടാ, പതുക്കെ അടിക്കടാ. പോലീസുകാരൻ്റെ മുമ്പിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ? നിങ്ങളും മേയർ ജനാർദ്ദനനും ചേർന്ന് നടത്തുന്ന നിയമവിരുദ്ധമായ ഗ്രാനൈറ്റ് മൈനിങ്ങും ലാൻഡ് ഗ്രാബിങ്ങും കള്ളുകച്ചവടവും റൗഡീസവും ഇതൊക്കെ സിറ്റിയിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതുവരെ അതിനൊന്നും സാക്ഷിയില്ല. സർ, അർജന്റായിട്ട് സൈൻ വേണമായിരുന്നു. സാക്ഷി പറയാൻ അപ്രൂവറായി മാറിയ ശേഖർ മിസ്സിംഗ് ആണ് ഇപ്പോ. ശേഖറിനെ മുത്തിരട്ടി തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? സാറേ, ആ ശേഖർ മിസ്സിങ്ങിന്റെ കംപ്ലൈന്റ് തന്നതേ മുത്തുറെഡിയാ. അതുകൊണ്ട് അവന്റെ മിസ്സിങ്ങിന്റെ പിന്നിൽ ഞാനാന്നാണ് പറഞ്ഞു വരുന്നത്. ശേഖർ എന്റെ കൂടെയുള്ളവനാ. ഞാനാ കംപ്ലൈന്റ് കൊടുക്കേണ്ടിയിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇൻസ്പെക്ടർ സാർ ഒരു കാര്യം പറഞ്ഞേക്കാം. അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഒരു തെളിവില്ലാതെ എന്റെ പേരിൽ കുറ്റം ചാർജ് ചെയ്യലുണ്ടല്ലോ, അത് നിങ്ങളുടെ കരിയറിന് കോട്ടം ചെയ്യും. പോവാൻ നോക്ക്. അല്ല സാറേ, പോകാൻ അത് കുടിച്ചിട്ട് പോ. ഇനി ഇതുപോലെ വീണ്ടും ആവർത്തിച്ച ആ മുത്തിരടി മിസ്സാവും. പിന്നെ സാക്ഷി എന്നും പറഞ്ഞ് എന്നെ അന്വേഷിച്ച് വരണ്ട. ഇൻസ്പെക്ടർ സാറേ, ഈ പെൻഡിങ് ഫയൽസിന്റെ ഒക്കെ കൂട്ടത്തില് എപ്പോഴും ട്രെൻഡിങ്ങിലുള്ള എന്നെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ ശ്രമിച്ചാൽ സാറിന് കൊള്ളാം. ശരിക്കുള്ള പോലീസുകാരനെ നീ കണ്ടിട്ടില്ലടാ. സമയം വരുമ്പോ കാണിച്ചു തരാം. ആ ചുമ്മാ ഇതെനിക്ക് അറിയാവുന്ന പയ്യനാ, ജോലിക്ക് വേണ്ടി വന്നിരിക്കുക. ജോലിയോ? എന്താണ് നിന്റെ പേര്? ചേട്ടാ